മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 തുടങ്ങിയുള്ള വാക്യങ്ങളൊന്ന് ചിന്തിച്ചു തുടങ്ങാം. 17-ാം അധ്യായം അതിൻ്റെ 14 തുടങ്ങിയുള്ള വാക്യങ്ങളൊന്ന് ചിന്തിച്ചു തുടങ്ങാം. ആഴമേറിയ ചിന്തയാണ് നിൽക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉത്സാഹത്തോടെ ആണെങ്കിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഇന്ന് ഇളക്കം തട്ടും. ഹല്ലേലൂയ. വായിച്ചാട്ടെ. അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാറേ, ഒരു മനുഷ്യൻ വന്ന അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി. ഒന്ന് വിശ്വസിക്കാവോ? കർത്താവ് കരുണയിൽ സമ്പന്നനാണ്. കരുണയുള്ള ദൈവം ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ഉയർത്തുന്ന യേശുവാണ്. ഈ വാക്കൊന്നും പറയാതെ പോകാൻ പറ്റത്തില്ല. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം കൂടെ ഒന്ന് ചേർന്ന് ഞാൻ ദൈവത്തിൻ്റെ ആ സ്നേഹം ഒന്ന് അറിയാൻ. അപ്പം ഇവിടെ ഈ ചന്ദ്രരോഗിയായ മകൻ്റെ അപ്പൻ വന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ വന്നിട്ട് കർത്താവിനോട് ചോദിക്കുക, അപ്പാ യേശുവേ എന്നോട് കരുണ തോന്നണമേ. അപ്പം ഇവിടെ ദൈവത്തിൻ്റെ ഒരു പദം എഫെസ്യ ലേഖനത്തിൽ പറയുക, കരുണ സമ്പന്നൻ. എന്തോത്തില കർത്താവ് റിച്ച്? മേഴ്സിയിലവൻ റിച്ചാണ് എന്ന് പറഞ്ഞാൽ നീ ഇവിടെ ഒന്ന് നിറകണ്ണുകളോടെ നിന്നാൽ ഹല്ലേലൂയ, കർത്താവ് നിന്നെ കാണാതെ പോകത്തില്ല. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി എന്നെ ഒന്ന് കാണണമെന്ന്, എന്നെ ഒന്ന് തൊടണമെന്ന് പറഞ്ഞാൽ നിന്നെ സ്പർശിക്കാതെ തമ്പുരാൻ പോകത്തില്ല. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ നന്ദി പറഞ്ഞാൽ. അവിടെ ആ എഫെസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കരുണാസമ്പന്നനായ ദൈവമോ ആരെയാ എല്ലാവരും പറഞ്ഞ്. അപ്പം ദൈവം നമ്മെ സ്നേഹിക്കുന്നു ഉറപ്പാണോ? ഒന്ന് കരം ഉയർത്തിയിട്ട് പറഞ്ഞ്, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച സ്നേഹം നിമിത്തം, മഹാസ്നേഹം നിമിത്തം അപ്പോൾ ഒന്ന് വിശ്വസിച്ച്, സ്നേഹിക്കുന്നവൻ നിന്നെ ജീവിപ്പിച്ചിരിക്കും. സ്നേഹിക്കുന്നവൻ മഹാസ്നേഹമാണ് നിന്റെ മേളിലെങ്കിൽ നിന്നെ നിലംപരിശാകാൻ തമ്പുരാൻ സമ്മതിക്കത്തില്ല. പുത്രനോട് കൂടെ അവൻ നിന്നെ കണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് തട്ടി കർത്താവിനെ സ്തുതിക്കുക. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടങ്ങി വരാം. ഇതാ ആ ചന്ദ്രരോഗം പിടിച്ചിരിക്കുന്ന മകൻ്റെ അപ്പൻ യേശുവിൻ്റെ കാൽപാദത്തിൽ വന്ന് എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വാക്കുകൾ തുടങ്ങുന്നത്. വായിച്ചേ. വല്ലാത്ത കഷ്ടത്തിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനോ മെഡിക്കൽ സയൻസിനോ ഇതിനകത്ത് പൂർണ്ണമായി ഒരു സൗഖ്യം കൊടുക്കാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ ആരോടൊക്കെ വിരൽ ചൂണ്ടി പറയുക, മനുഷ്യനെ സഹായിക്കാൻ പറ്റാത്തിടത്ത് ദൈവം നിന്നെ ഇന്ന് സഹായിക്കും. മനുഷ്യനെ സഹായിക്കാൻ പറ്റാത്തിടത്ത് ദൈവം ഇന്ന് നിന്നെ സഹായിക്കും. ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഏറ്റെടുത്തോണം. മനുഷ്യന് പറ്റത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ദൈവം ഇറങ്ങി ചെയ്യാൻ പോകുക ചിലത്. വായിച്ചേ. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എത്രത്തോളം സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ആൾക്കാരാ. യേശുവിൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ആൾക്കാരാ എന്ന് പറഞ്ഞാൽ ഇവർ വളരെ എന്തോ ജോലിയായിരുന്നോ ചെയ്ത് അതെല്ലാം വിട്ടിട്ടിറങ്ങിയതാണ്. വാസ്തവത്തിൽ ഇറങ്ങിയത് എന്തിനാണെന്നറിയോ? ഗുരുവിനെ ഫോളോ ചെയ്യാനാണ്. ഗുരുവിനെ ഫോളോ ചെയ്യുന്ന ശിഷ്യന്മാരാണെങ്കിൽ ഗുരു ചെയ്യുന്നത് ചെയ്യും. ഹല്ലേലൂയ. പക്ഷേ ഇവരിപ്പം യേശു തിരക്കാന്ന് കണ്ടപ്പം ഈ ചന്ദ്രരോഗവും പിടിച്ചിട, ഞാൻ ആ ഭാഗമൊന്ന് എനിക്ക് മനസ്സിലായത് പറയുക. യേശു നിൽക്കുന്നിടത്ത് വളരെ പുരുഷാരം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പത്രോസും കൂട്ടരും നോക്കിയപ്പം ഒത്തിരി നാളുകളായിട്ട് യേശു സൗഖ്യമാക്കിയ ഞങ്ങൾക്കും ഒന്ന് സൗഖ്യമാക്കുക. ആ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, യേശുവിനെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ചിലവരെ സൗഖ്യമാക്കും. നിങ്ങളിലൂടെ ചിലവർ വിടുവിക്കപ്പെടും. നിങ്ങളിലൂടെ ചില കുടുംബങ്ങൾ മാറ്റമുണ്ടാകും. അത് ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ അനുഭവം ആയപ്പോഴത്തേക്ക് ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു ബിസിയാ, ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞങ്ങളത് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ മാറി 12 പേരും തലേ കൈവച്ച് കാണും. അതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് പറയുക, ഇപ്പോൾ പല പാസ്റ്റേഴ്സിനും വ്യക്തിപരമായ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടാണ്. കാരണം അവർക്ക് തന്നെ ഉറപ്പില്ല നടക്കുകയില്ല എന്നുള്ളത്. പക്ഷെ ഗുരു കൂടെ ഉണ്ടെന്ന് മനസ്സിലായാൽ, യേശു കൂടെ ഉണ്ടെന്ന് മനസ്സിലായാൽ,
വിശ്വസിക്കുക, നിന്നെക്കൊണ്ട് കർത്താവ് അത് ചെയ്യിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അനുഭവത്തിൽ യേശു മാറി ഇന്ന് ഇവന്മാർക്ക് അവസരം കൊടുക്കുക. പക്ഷേ അതൊന്നും നടക്കാതായപ്പം ഈ അപ്പന് പിടികിട്ടി, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കാണേണ്ടവനെ കാണണം. ഇന്ന് ഈ ആരാധനയിൽ കാണേണ്ടവനെ കാണാൻ നീ വന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പറയേണ്ടവൻ്റെ അടുത്ത് നിൻ്റെ വിഷയം പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കരുണ നിൻ്റെ വെളിയിൽ വെളിപ്പെട്ടിരിക്കും. അപ്പം അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എത്രത്തോളം സഹിക്കും. പലരെയും നോക്കിയിട്ട് സ്വർഗം ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ പറഞ്ഞു പോകാൻ തമ്പുരാൻ അല്ലെങ്കിൽ മനുഷ്യനല്ല. നിന്നെ ഇതിനകത്ത് ഇന്ന് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് നിന്നോട് സംസാരിക്കാനാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അടുത്ത വാക്യം. യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ബാലന് ആ നാഴികയിൽ സൗഖ്യം വന്നു. ഇന്ന് രോഗികളായിട്ട് നിൽക്കുന്നവരെ നിങ്ങൾ ഈ ആരാധനയിൽ പൂർണ്ണമായി നിൽക്കുമെങ്കിൽ ഈ നാഴികയിൽ തന്നെ സൗഖ്യം വന്നിരിക്കും. ഈ നാഴികയിൽ തന്നെ വിടുതൽ വന്നിരിക്കും. ചില മാറ്റങ്ങൾ കർത്താവ് ചെയ്തിരിക്കും. അത്രയും ഉറപ്പെനിക്ക് മാർഗത്തിലുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തി നന്ദി പറഞ്ഞാട്ടെ. എങ്കിൽ ഇതൊന്നും വിഷയമല്ല. ഞാനിത് ഈ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വായിച്ചേ. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായിട്ട് എന്ന് പറഞ്ഞാൽ തിരക്കെല്ലാം ഒഴിഞ്ഞു. ഞാനാണെങ്കിൽ ഇത്രയും ജനത്തിൻ്റെ ഇടയിൽ വന്ന് ഗുരു പറയുക, ഞാൻ എത്രത്തോളം നിൻ്റെ കൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഇച്ചിരി വേദന എൻ്റെ ഹൃദയത്തിലുണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ പത്രോസൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം യേശു കഴിഞ്ഞാൽ അടുത്ത ആളായിട്ട് നിൽക്കുക. അപ്പോൾ ഈ ജനത്തിൻ്റെ മുമ്പ് ഇന്ന് വഴക്ക് പറയുമ്പം, അപ്പോൾ എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ദൈവാസൻ നിങ്ങളെ നോക്കിയിട്ട് എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ നാളെ പൊട്ട് സഭ വരത്തില്ലെന്നല്ല പറയേണ്ടത്. അതെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവദാസൻ എന്തോ ഒരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ്. വിശ്വസിക്കുന്നവർ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചു. ഒരിക്കൽ കൂടെ ഒന്ന് ഉയർത്തിപ്പിടിച്ചു. യേശു ഇത്രയും ജനത്തെ ഒന്നും നോക്കിയില്ല. യേശു ചോദിക്കുക, അവിശ്വാസം കോട്ടമുള്ള തലമുറ എത്രത്തോളം ഞാൻ നിങ്ങളോട് ഇരിക്കും? എന്നിട്ട് ആ കൊച്ചിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ഒറ്റ വാക്കിൽ ഭൂതത്തെ പുറത്താക്കി. അടരെ, ഇത് കണ്ട പത്രോസൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഇച്ചിരി വേദനയുണ്ട്. എങ്കിൽ ഇതെല്ലാം ഒഴിഞ്ഞപ്പം പത്രോസും കൂട്ടർ അടുത്ത് വന്ന് പറയാം, ഞങ്ങൾക്കെന്താ അത് കഴിയാഞ്ഞേ? ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? പത്രോസിനൊക്കെ ഉടനെ മാറി നിന്ന് നമ്മളിൽ പലരും ചെയ്യുന്ന പോലെ ആ ദൈവാസം ശരിയല്ലെന്നല്ല പറഞ്ഞത്. അവർ രഹസ്യത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നവൻ, ഒന്നുകൂടെ എൻ്റെ ഭാഷ പറഞ്ഞാൽ നിത്യതയെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവൻ, അല്ലെങ്കിൽ ദൈവദാസനുമായിട്ട് വന്ന് വീണ്ടും ആ വിഷയത്തിൽ സംസാരിച്ചൊരു നിരപ്പിൽ വരും. ഇതാ പത്രോസൊക്കെ ചെയ്യുന്നത്. ആ ജനമെല്ലാം ഒഴിഞ്ഞപ്പം അടുത്ത് വന്നു. കാരണം വളരണമെന്ന് ആഗ്രഹമാണ്. ഞങ്ങൾക്കെന്താ അത് കഴിയാഞ്ഞേ? ഇനിയാ എൻ്റെ ചിന്ത നിൽക്കുന്നത്, ഇന്ന് ആ കരമെല്ലാം ഒന്ന് ഉയർത്തി വചനത്തിന് നന്ദി പറയാൻ പറ്റുന്നവർ, ഇതിനകത്ത് ശിഷ്യന്മാരായിട്ട് സ്നാനപ്പെട്ടവർ മുഴുവൻ ഇന്നു മുതൽ നിങ്ങളെ സൗഖ്യമാക്കും, നിങ്ങളുടെ വീട്ടിലുള്ളവരെ സൗഖ്യമാക്കും, ഹല്ലേലൂയ, നിങ്ങളുടെ അയലത്തുള്ളവരെയും സൗഖ്യമാക്കും. കാരണം അത് യേശു നിനക്ക് തരുന്ന അധികാരമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങളിൽ നിന്ന് തട്ടി സ്വീകരിച്ചോ. ഇത് ഇപ്പോൾ ദൂതൻ നിൻ്റെ കോളിൽ കൊണ്ടുവന്ന് സീലടിക്കും. നീ സൗഖ്യമാക്കിയ ആൾക്കാർ തന്നെ ഇതിനകത്ത് ഇരിക്കാൻ പറ്റാതാകും. പിടിക്കാമെങ്കിൽ അതിനെ പിടിച്ചോ. ഇതിൻ്റെ ആതിരുകളെ പൊളിച്ച് കർത്താവ് പണിയും. അപ്പോൾ ചിന്തയിലേക്ക് വരിക. യേശു അടുത്ത വാക്യം പറയുക. ശിഷ്യന്മാർ ഞങ്ങൾക്ക് എന്താ ഇത് കഴിയാഞ്ഞെന്ന് ചോദിച്ചതിന് മറുപടിയുമായി വരിക. അവൻ അവരോട്, നിങ്ങളുടെ എന്തുവാ അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലായ്മ. നിങ്ങളുടെ പേരെന്തുവാ? സാധാരണ ഈ സഭയിൽ വരുന്ന നിങ്ങളെ വിളിക്കുന്ന വിളി എന്തുവാ? കേട്ടില്ല. ഉറപ്പാണോ? എങ്കിൽ ഇന്ന് ആ പേരിനർത്ഥം നീ കണ്ടെത്തണം. ശിഷ്യന്മാരോട് പറയും, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ് ഇത് സംഭവിക്കാത്തത്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് എന്തുവാ? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ്. എങ്കിൽ വിശ്വാസമുള്ളവർ എത്ര പറയും, ഇന്ന് ഞാൻ ചിലത് ആശിക്കുന്നുണ്ട്, അത് ഞാൻ ഇവിടെ തന്നെ കാണുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവസഭയിലാണെന്ന് നീ തിരിച്ചറിഞ്ഞാൽ നിൻ്റെ വാ തുറന്ന് പറഞ്ഞോ, യേശുവേ ഞാൻ ചിലത് കാണുകയാണ്. എൻ്റെ പേര് വിശ്വാസി എന്നാണ്. എൻ്റെ പേര് അവിശ്വാസി എന്നല്ല. എൻ്റെ പേര് അയലത്തെ ചാക്കോ
നിർവചനമല്ല. എൻ്റെ പേര് സ്വർഗം വിളിക്കുന്നത് ബിലീവർ എന്നാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ്. വിശ്വാസം കൂടാതെ തമ്പുരാനെ പ്രസാദിപ്പിക്കാൻ പറ്റത്തുമില്ല. അല്ലെങ്കിൽ അപ്പം നമ്മൾ ആഴത്തിലോട്ടൊന്ന് കയറിയ യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ് നടക്കാത്തത്. അവിടെ തമ്പുരാൻ നിർത്തിയില്ല. അടുത്ത പദത്തിലോട്ടൊന്ന് വരുമോ? എന്നിട്ട് കർത്താവ് പറയുക നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം. ഞാൻ ഈ കടുകുമണിയുടെ പര്യായമൊന്നും പറയാനല്ല. ഇസ്രയേലിലെ കടുകുമണി സാധാരണ കേട്ടതിനേക്കാൾ വലുതാണെന്നാണ് കേട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ അതൊന്നുകൂടെ പറഞ്ഞാൽ അത് കുഴിച്ചിട്ടാൽ വലിയ മരമാകുമെന്ന് കേൾക്കുന്നു. എനിക്കറിയത്തില്ല, ഞാനിത് നേരിട്ട് കണ്ടിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തിൽ കടുകുമണിയുടെ പര്യായമോ അർത്ഥമോ സയൻസോ ഒന്നും പറയാനല്ല. യേശു പറഞ്ഞു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, വായിച്ചോ, ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറയാമോ? കർത്താവ് അവിടെ പാലസ്തീനിലെ മൊട്ടക്കുന്നുകൾ കണ്ടിട്ടല്ല പറയുന്നത്. ശിഷ്യന്മാർ ഇപ്പോൾ ഒഴിഞ്ഞു നിൽക്കുമ്പോൾ ചോദിച്ചതിന് മറുപടി പറയുക. മലയെ കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം അവരുടെ പ്രതിസന്ധിയോ പ്രതികൂലത്തിൻ്റെയോ മധ്യത്തിൽ നിങ്ങൾ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, അത് മാറിയിരിക്കും. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാൻ പറ്റുമോ? അപ്പോൾ ഒന്നാമത്തെ പദം ഞാനിവിടെ പിടിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. വിശ്വാസത്തോടെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മുമ്പിൽ നിൽക്കുന്ന മല അവിടുന്ന് മാറും. ഹല്ലേലൂയ. മലയെ തമ്പുരാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാം? മല സാധാരണ നിലയിൽ മാറുന്ന ഒന്നല്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഇതിനകത്ത് ഏതെല്ലാം വിഷയത്തിൽ വന്നിട്ടുണ്ടോ, നീ വിശ്വാസത്തിൽ ഇതിനകത്തിരുന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വഴി തുറക്കട്ടെ എന്ന് നീ ഒന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യം അതിനെ തുറന്നിരിക്കും. പറയാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. അപ്പോൾ വഴി തുറക്കണമെങ്കിൽ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. ആരാധനയുടെ മൂർച്ഛനത്തിൽ ആരാധന അത് ശക്തമായി നിൽക്കുമ്പോൾ നിങ്ങൾ വാ തുറന്ന് തമ്പുരാനെ എന്നൊരു വിളി വിളിച്ചാൽ നിന്നെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അപ്പോൾ പൊട്ടും. നിങ്ങൾ വാ തുറന്ന് വിളിക്കാൻ പറ്റുന്നവർ, യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവർ, വിശ്വസിക്കുന്നവർ ശക്തിയോടെ അപ്പൊ യേശു പറയുക, നിങ്ങൾ കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മലയോട് മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയോട് പറഞ്ഞാൽ അതിന് അവിടുന്ന് ഇളക്കം തട്ടിയിരിക്കും. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? വന്നതുപോലല്ല പാസ്റ്റർ. ഇപ്പം എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ ആ രോഗിയായി മുമ്പോട്ട് പോകത്തില്ല. ഇനി ഞാൻ ആ കടബാധിതയിൽ മുമ്പോട്ട് പോകത്തില്ല. ഇനി ഞാൻ ആ നിന്ദിക്കപ്പെട്ട് മുമ്പോട്ട് പോകത്തില്ല. കാരണം എൻ്റെ നാവിൽ ഒരധികാരം വെളിപ്പെട്ട് വരികയാ. ഓ രബാ ശംദേ ശലാതന മനാ. പറയാൻ പറ്റുന്നവർ വാ തുറന്ന് പറഞ്ഞു തുടങ്ങുക. എത്ര പേർ വിശ്വസിക്കുന്നു വചനം മാറത്തില്ലെന്ന്? പാസ്റ്റർമാർക്ക് മാറ്റമുണ്ടാകും, അയർത്തിരിക്കുന്നവർക്ക് അടുത്തിരിക്കുന്നവർക്ക് മാറ്റമുണ്ടാകും, പക്ഷേ വചനത്തിന് മാറ്റമില്ല. പറ എങ്കിൽ നാളുകളായിട്ട് ദൂത ആരെ കൈയൊന്നും ഉയർത്തണ്ട. നിൻ്റെ അതിരിനെ കുഴപ്പമുണ്ടാക്കുന്ന വീട്ടിൻ്റെ ഇതിനകത്ത് എല്ലാ ആഴ്ചയും ആ വിഷയത്തിനകത്ത് വഴക്കാം. അങ്ങനെ ഒരാൾ ഇരിപ്പുണ്ടിനകത്ത്. ഞാൻ നിങ്ങളെ കൈ ഉയർത്താനൊന്നും പറയുന്നില്ല. ഈ ആരാധനയിൽ വിളിച്ചു പറഞ്ഞു, ഇന്നുകൊണ്ട് ആ വഴക്ക് അവസാനിക്കാൻ പോകുകയാണ്. ഇനി നിൻ്റെ അതിര് തോണ്ടാൻ അവർക്ക് പറ്റത്തില്ല. കാരണം അവിടെ നിൻ്റെ വാക്കുകൊണ്ടൊരു ദൂതൻ ഇറങ്ങി നിൽപ്പുണ്ട്. പറയാമെങ്കിൽ പറഞ്ഞോ. ഇന്നത് സംഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞു. മത്തായിയുടെ സുവിശേഷം ഞാൻ 1-2 വാക്കുകൾ ഇതിനോട് ചേർത്തൊന്ന് പറയാൻ പോകുക. ഹല്ലേലൂയ. ഈ ആശയത്തിന് ഭയങ്കര ആഴങ്ങളുണ്ട്. വിശ്വാസി എന്നുള്ള പേരോട് ഞാനിത് അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 20-21 വായിച്ചാൽ നല്ലയാ. വേഗത്തിൽ. ശിഷ്യന്മാർ അത് കണ്ടാറേ സംശയിക്കാതെ വിശ്വാസമുള്ളവരാകയാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും. ഈ മലയോട് പറഞ്ഞാൽ അതും സംഭവിക്കും
അപ്പോൾ ഒരു വാക്ക് മാത്രമല്ല ഇതിനകത്ത് നിൽക്കുന്നത്, മത്തായിയിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനി മാർക്കോസിലേക്കൊന്ന് വേഗത്തിൽ വരാൻ പോവുക. മാർക്കോസിന് സുവിശേഷം 11:23 വാക്യം. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് ആ വരിക്ക് വരയിടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാൽ. വിശ്വസിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നിങ്ങൾ പറയണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഒരു ക്വാളിറ്റി നോക്കിയായിരുന്നേ. ഹല്ലേലൂയ. നിങ്ങൾ പറയണമെന്ന് പറയുമ്പം ഹല്ലേലൂയ, ഈ ഉൽപ്പത്തി പുസ്തകം, ഇത് അവസാനം ഞാനൊന്ന് തൊട്ട് പ്രാർത്ഥിക്കും വീണ്ടും. ഉൽപ്പത്തി പുസ്തകം, അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് പറയുന്നത്, ഞാൻ വീണ്ടും എടുക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിപ്പ് നടന്ന എത്ര പേർക്കറിയാം? 1-ാം അധ്യായത്തിൽ ഒരു ഭയങ്കര സൃഷ്ടിപ്പാണ് നടക്കുന്നത്. എന്തുവാ? 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ സൃഷ്ടി ദൈവത്തിൻ്റെതാണ്. 2-ാമത്തെ വാക്യം പറയുക, ഭൂമി പാഴും ശൂന്യവും ആഴത്തിനു മീതെ ഇരുളുമായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഭൂമിയിലുള്ളത്? പാഴായതും ശൂന്യമായതും ഇരുളുമായിരുന്നു. എന്നാൽ വെള്ളത്തിന് മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു അതേ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം? ആ പരിശുദ്ധാത്മാവിന് മാറ്റമില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതേ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ, അതേ പരിശുദ്ധാത്മാവ് ഈ മിനിറ്റിൽ ഇതിനകത്ത് വ്യാപരിക്കുക. എന്തിനെന്നറിയാമോ? നിന്റെ ശൂന്യതകൾ ഇന്ന് മാറാൻ പോകുകയാണ്. നിന്റെ പാഴായ അനുഭവങ്ങൾ ഈ ആരാധനയിൽ മാറാൻ പോകുകയാണ്. ഇരുളുകൾ നീങ്ങുമെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ സ്തുതിക്കുക. നമ്മൾ ത്രിത്വത്തിൽ വിശ്വസിക്കുന്നവരാ. പുത്ര പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നവരാ. പരിശുദ്ധാത്മാവ് എവിടെങ്കിലും പരിവർത്തിച്ചാൽ പിന്നെ സ്വർഗം ചുമ്മാതെ ഇരിക്കത്തില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവ സാന്നിധ്യം എന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്? ഉറപ്പുള്ളവർ മാത്രം. ദൈവ സാന്നിധ്യം എന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന്. ക്ഷമാ മമ ശലാധര മനാ മമ ദൈവ സാന്നിധ്യം എന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നവർ, ഈ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഉൽപ്പത്തിയിൽ ദൈവം സൃഷ്ടിപ്പുകൾ നടത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനത്തിൻ്റെ മധ്യത്തിലാണ്. എങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പാ, ഈ ആരാധനയിലും സൃഷ്ടിപ്പുകൾ നടക്കും, ഈ ആരാധനകളിലും അത്ഭുതങ്ങൾ നടക്കും. കാരണം എൻ്റെ ദൈവം അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ്റെ കരം കുറുകിയിട്ടില്ല, അവൻ്റെ ചെവി മന്ദിച്ചു പോയിട്ടില്ല. ആരുടെയോ ആരാധനകളുടെ നിലവിളി ഇപ്പോൾ സ്വർഗത്തിലെത്തി കഴിഞ്ഞു. സമാധന മനാധന. ഈ പരിവർത്തനം ഇതിനകത്ത് വ്യാപരിക്കാൻ തുടങ്ങിയാൽ പിതാവിൻ്റെ ക്വാളിറ്റി പറയുക, അവിടെ പാടായിരുന്നു, ശൂന്യമായിരുന്നു, ഇരുളായിരുന്നു. പക്ഷെ ഇതിനെല്ലാം ആദ്യ വാക്കിൽ തന്നെ മറുപടി വന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്നവൻ കൽപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വിഷയം സ്വർഗത്തിൽ നിന്ന് മറുപടി ആയി കഴിഞ്ഞു. എങ്കിൽ ആ പിതാവ് എന്നെ വിളിച്ചിരുന്നത് മോനെ എന്നാന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? മകനെന്നും മകളെന്നാണ് വിളിക്കുന്നതെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അപ്പൻ്റെ ക്വാളിറ്റി കാണിക്കാൻ ഇതിനകത്ത് ഒരു കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൻ കൽപ്പിച്ച ചിലതിനെ ഉണ്ടാക്കിയെങ്കിൽ നീ കൽപ്പിച്ചോ, നീ പറഞ്ഞോ, ചിലത് വരും. ഒന്നുകൂടെ ഞാനൊരു വാക്യത്തിൽ ഉറപ്പ് വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10:17 വാക്യം ഒന്ന് വായിക്കുമോ? 70 പെരുപ്പം വരുന്നത് സന്തോഷത്തോടാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞപ്പോൾ ഭൂതങ്ങൾ അവർക്ക് കീഴടങ്ങി. വിശ്വസിക്കുന്നവർ പറ, ഇന്ന് എൻ്റെ നാവിൻ്റെ അധികാരത്തിൽ ചിലത് കീഴടങ്ങാൻ പോകുന്ന ദിവസമാണ്.
ഇന്ന് എൻ്റെ നാവിൻ്റെ അധികാരത്തിൽ ചിലത് കീഴടങ്ങാൻ പോകുന്ന ദിവസമാണ്. ഞാനൊന്നുകൂടെ ഈ ആശയത്തെ നിർത്തി ഇത്രയും പറയാൻ കാരണം ഇതിനകത്ത് വലിയ 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 മർമ്മമുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. ഇവിടെ ഈ 3 വാക്കുകൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പം അതിനകത്ത് തമ്പുരാൻ യേശു പറയുന്ന വാക്കാണ്. യേശു പറയുന്ന വാക്കിൻ്റെ അടിസ്ഥാനം ഞാൻ പറയാം. ഡൗട്ടില്ലാതെ അല്ലെങ്കിൽ സംശയമില്ലാതെ ഉറപ്പോടെ നീ പറഞ്ഞാൽ അത് നടന്നിരിക്കും. നമ്മളിൽ പലവരും വിടുതൽ നടക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് പറയുമ്പോഴും ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിൽ TV ഉണ്ടോയെന്ന് വിചാരിച്ചോ? ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എക്സാമ്പിളാണ്. ഈ വീട്ടിലുള്ള വേറൊരാൾ വന്ന് TV ഓണാക്കുന്ന റിമോട്ട് എടുത്തുകൊണ്ട് പോകുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടു. അപ്പം അതിൻ്റെ അടുത്ത് ആ റിമോട്ടിൻ്റെ അടുത്തിരുന്നത് നിങ്ങളാ. ഇച്ചൂടെ കഴിഞ്ഞ് ആ വീട്ടിൽ ആരോ വന്ന് ചോദിച്ചു, റിമോട്ട് വിടുന്നത് കണ്ടായിരുന്നോ? നിങ്ങൾ കണ്ടതിൻ്റെ ഉറപ്പിൽ പറയും ആ വ്യക്തി എടുത്തുകൊണ്ട് പോയതാണ്. അപ്പോൾ ആ എടുത്തുകൊണ്ട് പോയ പുള്ളി എവിടാ വെച്ചെന്ന് മറന്നുപോയി. പുള്ളി പറഞ്ഞ് ഞാൻ കണ്ടില്ലെന്ന്. ഉടനെ ആ വീട്ടിലുള്ള ബാക്കിയുള്ളവരെല്ലാം വരാൻ തുടങ്ങി. നിങ്ങളോട് ചോദിച്ചു, നിങ്ങളാ കാരണം അതിൻ്റെ അടുത്തിരിക്കുന്നത് നിങ്ങളാ. ചുമ്മാ പറയുന്ന നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. നിങ്ങൾ ഇനി ആ വീട്ടിലുള്ളവരല്ല അയലത്തുള്ളവരും കൂടെ വന്ന് ചോദിച്ചാൽ നിങ്ങളെന്തോ പറയും? ഞാൻ കണ്ടതാ ആ പുള്ളി എടുത്തുകൊണ്ട് പോകുന്നത്. എന്താ അത് കാരണം? നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അതിനൊരു ഉറപ്പ് നിങ്ങളുടെ മേളിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അതിനൊരു ഉറപ്പ് വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്കൊരു ഉറപ്പ് ഇന്ന് നിങ്ങളുടെ വിഷയത്തിനകത്ത് വന്നാൽ ഇനി പിശാച് എന്തെല്ലാം പറഞ്ഞാലും നിങ്ങൾ പറയും, അതെൻ്റെ യേശു എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ആ ഉറപ്പിലേക്ക് വരട്ടെ. ജനം ഉറപ്പിലേക്ക് വന്നാൽ പ്രത്യക്ഷത്തിൽ മുഴകൾ ഇപ്പോൾ അപ്രത്യക്ഷമാകും. പ്രത്യക്ഷത്തിൽ വഴികൾ തുറക്കാം. പ്രത്യക്ഷത്തിൽ മുടങ്ങിക്കിടക്കുന്ന ഫോൺ കോൾ നിങ്ങൾക്ക് വേണ്ടി വരും. വീടിനകത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഉറപ്പുള്ളവർ മാത്രം ആരാധിക്കാൻ തയ്യാറാകുക. എൻ്റെ യേശു ചെയ്യാൻ ശക്തനെന്ന് കണ്ടുകൊണ്ട് ഈ കൈയടി പോരാ, ശക്തിയോടെ മാറുന്നത് കണ്ടുകൊണ്ട് കൈയടിക്കുക. അങ്ങനെ കൈയടിക്കുന്നവരെ കൈയടി കണ്ടാൽ അറിയാൻ പറ്റും. വഴി തുറക്കുന്ന ഒരു അനുഭവം. വഴി തുറക്കുന്ന ഒരു അനുഭവം. ഇങ്ങനെ ഞാൻ ഉറപ്പിലോട്ട് പോയ നിങ്ങൾ നോക്കിയേ, കാനാവിലെ കല്യാണ വീട്ടിൽ 3-ാം ദിവസം വീഞ്ഞെല്ലാം തീർന്നു. അമ്മ മറിയ പറഞ്ഞു, ഇവൻ എന്തോലും പറഞ്ഞാൽ ചെയ്തോളാൻ പറഞ്ഞു. ഉടനെ ഗുരു തിരിഞ്ഞു നോക്കി, അല്ലെങ്കിൽ യേശു തിരിഞ്ഞു നോക്കി, ആ കൽപാത്രങ്ങളിൽ നിറപ്പിൻ എന്ന് പറഞ്ഞു. ഇന്ന് നിൻ്റെ വീട്ടിൻ്റെ വിഷയങ്ങളെ നോക്കി നീ ഒന്ന് പറയാമോ? യേശുവിൻ്റെ നാമത്തിലൊന്ന് പറയാമോ? സാഹചര്യങ്ങളെ നോക്കല്ല. ആ വീട്ടിൻ്റെ സാഹചര്യത്തിൽ ഇനി അവിടെ ഒരു വീഞ്ഞുണ്ടാകത്തില്ല. ഇനി അവസ്ഥ തിരിയ. പക്ഷേ യേശുവിന് ചിലതിനെ ഉള്ളവാക്കാൻ കഴിയുമല്ലോ. യേശുവിന് ചിലതിനെ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ശിഷ്യന്മാരും യേശു അക്കരയ്ക്ക് പോകുക. അമരത്ത് തലവെച്ചേക്കുന്നത് യേശുവാ. യേശുവിനെ തൊടാതെ തിരമാലയ്ക്കോ കാറ്റിനോ ശിഷ്യന്മാരെ തൊടാൻ പറ്റത്തില്ല. പക്ഷേ ശിഷ്യന്മാർ മുഴുവൻ നിലവിളിക്കുക, അയ്യോ ഞങ്ങൾ ചാകാൻ പോവുക, ഞങ്ങൾ അവസാനിക്കാൻ പോവുക. നമ്മളെപ്പോലെ പലരെ പോലെയാ. നമ്മൾ ദൈവത്തോട് കരയുന്നത് ഇങ്ങനെയാണ്, നീ കാണുന്നില്ലേ അവസാനിക്കുക, ഇങ്ങനെയല്ല. ഉടനെ അല്ലെങ്കിൽ ശിഷ്യന്മാർ പത്രോസ് ആയിരിക്കാം നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പം ഈ വെള്ളം മുഴുവൻ യേശുവിൻ്റെ മേളിലൂടാണ് ഇതിനകത്ത് കയറുന്നത്. ഉടനെ യോഹന്നാനെ തട്ടിക്കാണും, എടാ ഇപ്പോഴും ഉറക്കുക, ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിയൊന്നും അല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കർത്താവ് നമ്മൾ ഉറങ്ങിയപ്പോഴും മാറിയിരുന്ന് പ്രാർത്ഥിച്ചതാ. പക്ഷേ ഈ തിരമാലയ്ക്ക് തമ്പുരാന് ഉറക്കത്തിലേക്ക് ഒന്നും കെടുത്താൻ പറ്റുന്നില്ല, അനക്കമുണ്ടാക്കാൻ പറ്റുന്നില്ല. ഉടനെ ശിഷ്യന്മാർ നിലവിളിച്ചു ദൈവത്തോട്. ഉടനെ ദൈവം എന്തുവാ ചെയ്തതെന്നറിയാം? ആ സെക്കൻഡിൽ എഴുന്നേറ്റ് മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്, കാറ്റിനോട് അടങ്ങുവാൻ അവൻ കൽപ്പിച്ചു. നിങ്ങളുടെ വിഷയത്തെ നോക്കി നിങ്ങൾ പറയാൻ പറ്റുമോ? കടലിനോട് ശാന്തമാകാൻ അവൻ പറഞ്ഞു. വിശ്വസിക്കാമോ? ഈ ആരാധനയിൽ നിങ്ങളുടെ വാ തുറന്ന് നിങ്ങളുടെ വിഷയത്തിലൊന്ന് പറഞ്ഞാൽ ഇന്നതിനകത്ത് മാറ്റം ഉണ്ടാകും.
4 ദിവസമായി ലാസർ ശരീരം മുഴുവൻ അഴുകി. അയ്യോ, മാർത്ത പറയുക, ഇനി ഒന്നും നടക്കത്തില്ല, മാറ്റമാ. ലോകം പറയുന്നതല്ല. അവൻ കല്ലറയുടെ മുമ്പിൽ ചെന്ന് വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വാ, ലാസറേ പുറത്തു വാ. പറഞ്ഞാൽ സ്ഥിതികൾക്ക് മാറ്റമുണ്ടാകും, പറഞ്ഞാൽ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. എത്ര പേര് എൻ്റെ കൂടെ ചേർന്ന് പറയും, ഇന്ന് ചിലത് നടക്കും. ഹല്ലേലൂയ, ഇന്ന് ചിലത് സംഭവിക്കും. അങ്ങനെ വിശ്വസിക്കുന്നവർ ശക്തിയോടെ ഒന്ന് സ്തുതിച്ച്, ശക്തിയോടൊന്ന് സ്തുതിച്ച്. ക്ഷമ മമ 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 ശലാധര മന 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 മമ മമ. അത് പറഞ്ഞുകൊണ്ടല്ല കർത്താവ് അവസാനിപ്പിച്ചത്. കർത്താവ് വിടുതലിൻ്റെ ഒരു കാര്യം ആദ്യമായി ഉറപ്പിക്കുകയാണ്. കാരണം പിതാവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കൽപ്പിക്കുക എന്നുള്ളതാണ്. അവൻ കൽപ്പിച്ച് കാണുന്ന സകലത്തിനെ ഉളവാക്കി. എങ്കിൽ അവൻ്റെ പുത്രന്മാരും കൽപ്പിക്കും ചിലതിൻ്റെ മേളിൽ. 70 ശിഷ്യന്മാർ അവൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. എങ്കിൽ എനിക്കും അതിൻ്റെ അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം നാവിനകത്ത് അധികാരമുണ്ടെന്ന്? നാവിനകത്ത് അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സദൃശ്യവാക്യക്കാരൻ 18:20-21 വാക്യത്തിൽ പറയുക, ആദരത്തിൻ്റെ ഫലത്താൽ ഉദരം നിറയും, നാവിന്മേൽ മരണത്തിൻ്റെയും ജീവൻ്റെയും അധികാരമുണ്ട്. അതിനെ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. ഇന്ന് ഹല്ലേലൂയ. അങ്ങനെ സദൃശ്യവാക്യക്കാരൻ പറയേണ്ട കാരണം എന്തുവാ? നിങ്ങൾ ജീവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ നിങ്ങൾ വിളിച്ചിരിക്കും. ഞാനിത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, സദൃശ്യവാക്യക്കാരന് അത് മനസ്സിലായില്ലെങ്കിലും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് അത് അറിയാം. കാരണം യേശു ഈ ഭൂമിയിൽ വന്നത്, അല്ലെങ്കിൽ യോഹന്നാൻ്റെ 10:10 പറയുക, ഞാൻ അവൻ വന്നതോ ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനാ. നിങ്ങൾ ജീവന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാ തുറന്ന് പറഞ്ഞോ, അതിൻ്റെ ഉടയവൻ, അവൻ്റെ വേറൊരു നാമമാണ് ജീവൻ എന്നുള്ളത്. അതിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ പ്രത്യേകത നിൻ്റെ മേളിൽ വ്യാപരിച്ചിരിക്കും. രോഗിയായി ആ സെല്ലുകളെല്ലാം മരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നിനക്ക് തോന്നിയാൽ നീ ആ സെല്ലിനെ നോക്കി കൈവച്ച ആ ഭാഗത്തോട്ട് പറഞ്ഞോ, ജീവൻ അതിനകത്തോട്ട് തള്ളിക്കയറും, ജീവൻ അതിനകത്തോട്ട് തള്ളിക്കയറും. കാരണം നീ ജീവനെ കുറിച്ചാ പറയുന്നത്. ഓ റബ ശക്തിയോടെ 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 ദൈവജനം ഒന്ന് സ്തുതിച്ചേ, ദൈവജനം ഒന്ന് സ്തുതിച്ചേ. അപ്പം ഇന്ന് എന്നെ കേൾക്കുന്നവരെ കരമോ ഇന്ന് ഉയർത്തി പറഞ്ഞേ, പക്ഷേ ഞാൻ ഈ അന്തരീക്ഷത്തിൽ എന്നെ നോക്കി നിൽക്കുന്ന വിഷയങ്ങളുടെ മേളിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കും, അതിനകത്ത് ഇന്നൊരു വിടുതൽ സംഭവിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ടെന്ന് അതിനകത്ത്? കാരണം നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. ഹല്ലേലൂയ. അപ്പം കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരിക. 20-ാമത്തെ വാക്യം, അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ, നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. ഹല്ലേലൂയ. അവിടെ ഈ പദം പിടിക്കാനാണ് ഞാൻ ഇത്രത്തോളം മെസ്സേജിലോട്ട് വന്നത്. അവിടെ വ്യക്തമായി ഒരു പദം എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇപ്പം അസാധ്യമായിട്ട് എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഇപ്പോഴും വിഷയങ്ങൾക്ക് മാറ്റമില്ലാത്ത എത്ര പേര് ഇതിനകത്തുണ്ട്? വചനമാണ് ഞാൻ പറഞ്ഞത്. യേശു ശിഷ്യന്മാരോട് പറയുക, വിശ്വാസം ഉണ്ടെങ്കിൽ പറഞ്ഞു അത് മാറും. എന്നിട്ട് അതിനകത്തൊരു പദം ചേർക്കുക, നിങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ കയ്യിരിക്കുന്ന ബൈബിളിൽ ബ്രാക്കറ്റിലൊരു പദം ഇട്ടിട്ടുണ്ട്, എങ്കിലും. ഇത് വാസ്തവത്തിൽ ഈ വേദ പണ്ഡിതന്മാരുടെ ആശയക്കുഴപ്പങ്ങളിൽ വന്നിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് ബ്രാക്കറ്റിട്ടിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ബൈബിള് KJV ആണെങ്കിൽ, കിങ് ജെയിംസ് വേർഷൻ ആണെങ്കിൽ ആ പദം ഇതിനകത്ത് കാണും. എന്നാൽ ബാക്കിയുള്ള ഒരു വേർഷനിലും ഇങ്ങനൊരു ബ്രാക്കറ്റിലുള്ള വേർഡില്ല. കാരണം ഇത് എഴുതിയത് കൊണ്ട് ആ ഭാഗത്തിൽ അങ്ങനെ ഒന്ന് ആഡ് ചെയ്തിട്ടുള്ളൂ, ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ പലരും പറയാറുണ്ട്, പാസ് അത് പറഞ്ഞിട്ട് പോയിട്ട് അടുത്ത വാക്യം ഇങ്ങനെ ഉണ്ടല്ലോ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലേ ഇത് നടക്കത്തുള്ളൂ. അല്ലേ, അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും POC ബൈബിളിൻ്റെ വേർഷൻ ഉണ്ടോ? POC ബൈബിൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ടൊന്ന് വായിച്ചേ. POC ബൈബിളിൻ്റെ വേർഷൻ ആ വാക്കുകളൊന്ന് വായിക്കാൻ പോകുക. 20-21 വാക്യങ്ങൾ. യേശു പറഞ്ഞത്, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. അടുത്ത വാക്യം, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യം. ഇതാ നമ്മുടെ വേർഡ്. അതിന് അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അടുത്ത അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അവർ അടുത്തത് പറയുക ഗലീലയിലേക്ക് പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഈ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബ്രാക്കറ്റിൽ കണ്ടിട്ട് നിങ്ങൾ ഇന്ന് തുടങ്ങി ഉപവാസം പ്രാർത്ഥന എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപവസിക്കാനും പറ്റത്തില്ല, പ്രാർത്ഥിക്കാനും പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ വിശ്വാസത്തിൽ ഇന്ന് എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞിട്ട് പറയണം, അസാധ്യമായിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, 18 വർഷമായി ഞാൻ ഈ പുസ്തകം എടുത്ത് പ്രസംഗിക്കുന്നുണ്ട്. കഴിഞ്ഞ 1.5 വർഷത്തിന് മുമ്പാണ് ഞാൻ ഈ വേർഡ് ബാക്കി എല്ലായിടത്തും ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. അസാധ്യമല്ലെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം എൻ്റെ മുമ്പിൽ ഒത്തിരി അസാധ്യതകൾ നിൽക്കുക. എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതൊന്നും ഞാൻ പറയത്തില്ല. ഹല്ലേലൂയ. ഞാനിത് ഈ വേർഡിന് ഒരു രാത്രി മുഴുവൻ തമ്പുരാനോട് ചോദിച്ചു, എന്താ കർത്താവേ ഈ വേർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മുഴുവൻ അസാധ്യതകളാണല്ലോ. ഉടനെ ലൂക്കോസിൽ നിന്ന് കർത്താവിനോട് സംസാരിച്ചു. ഇതെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഹല്ലേലൂയ. ലൂക്കോസ് 1:37 വാക്യം എന്ന് പറഞ്ഞേ, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഇതാ നമ്മളെല്ലാം പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് ഇന്ന് ഇവിടെ പാടുമ്പോഴും അവരും പാടി, ദൈവത്താൽ ഒരു കാര്യം അസാധ്യമല്ല. എന്നാൽ ആ ദൈവം നിന്നെ നോക്കി പറയുക, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. ഈ ശിഷ്യന്മാർ ഇത് നടക്കാതെ വന്നപ്പം ആരോടാ ഈ പറയുന്നതെന്ന് അറിയാമോ? പത്രോസിനോടും കൂട്ടരോടുവാ. എന്നിട്ട് യോഹന്നാനി വന്നപ്പോൾ ഒരു വേർഡ് കൂടെ പറഞ്ഞു. എന്താണെന്നറിയാമോ? 14:12 വാക്യം. 14:12 പോകാൻ പോയി. അതിനു മുമ്പേ യേശു ക്രൂശ് അനുഭവത്തിൽ നിന്ന് പോകാൻ പോകുന്ന ആ 14 തുടങ്ങി ആ വിഷയങ്ങൾക്ക് മാറ്റമാണ്. അപ്പോൾ ഒരു രഹസ്യം വീണ്ടും ശിഷ്യന്മാരോട് പറയുക. 14:12 ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലുതും ചെയ്യും. വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തി. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും. എന്നിട്ട് ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിനേക്കാൾ അധികം അവർ ചെയ്തിരിക്കും. വിശ്വസിക്കുന്നവർ അസാധ്യമല്ല ഇവിടെ പറയുന്നത്, അതിനേക്കാൾ വലുതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ചെയ്തിരിക്കും. വിശ്വസിക്കുന്നവർ കർത്താവിൻ്റെ കൂടെ ഒന്ന് ആരാധിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? വാക്കുകൾ ഒരു ജനമിനകത്ത് എഴുന്നേറ്റ് വരിക. ഇന്ന് ചിലതിൻ്റെ മേളിൽ ആൻസർ പറയും കർത്താവ്. അപ്പം ഈ രഹസ്യത്തിൽ വന്ന് ചോദിച്ച ശിഷ്യന്മാരോടാ കർത്താവ് ഇതെല്ലാം പറയുന്നത്. കടുകുമണിയോളം വിശ്വാസമുണ്ട്, മലയോട് പറ, അത് മാറും. ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കർത്താവ് റിയൽ ആശയത്തിലോട്ട് കയറി പത്രോസിനെ നോക്കിയിട്ട് പറയും, നിനക്കൊന്നും അസാധ്യമല്ല. ഇതെല്ലാം കഴിഞ്ഞ് ക്രൂശീകരണം കഴിയുന്നതോടെ പത്രോസും കൂട്ടർ ഓടിപ്പോയി. പക്ഷേ പറഞ്ഞവൻ ഏൽപ്പിച്ചവൻ മാറാൻ തയ്യാറല്ല. ഹല്ലേലൂയ. തിബരിയാസിൽ വന്ന് സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചിട്ട് അവനെ മാളിക റൂമിലേക്ക് പിടിച്ചു കയറ്റുകയാണ്. എന്തിനെന്നറിയാമോ? ഉയരത്തിലെ ശക്തി നിറയുവാനായിട്ട്. നിങ്ങൾ സത്യം തിരിച്ചറിയുന്നുണ്ടെന്ന് അറിയൂടെ. ഞാൻ ഇവിടെ ഒരു ആശയം തുറക്കാൻ പോകുകയാണ്. എവിടെയാണ് പിതാവ് സൃഷ്ടിപ്പ് നടത്തിയെന്നറിയാമോ? ഉൽപ്പത്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനത്തിൽ. പത്രോസേ, യോഹന്നാനെ, നിങ്ങളുടെ വിഷയത്തിൽ പരിവർത്തനത്തിൽ ഇപ്പോഴും അതേ അസാധ്യതകൾ നിൽക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ഇതുവരെ വെളിപ്പെടേണ്ടവൻ നിങ്ങളുടെ മേളിൽ ഇറങ്ങിയിട്ടില്ല. ഹല്ലേലൂയ. അതാ മാളിക റൂമിൽ അഗ്നിനാളം പോലെ നാവുകൾ അവരുടെ മേളിലേക്ക് പതിയുകയാണ്. എന്തിനെന്നറിയാമോ? അറിയാതെ സൃഷ്ടിപ്പുകൾ ഇവരിലൂടെ നടക്കുവാൻ ഇന്നൊരു അഭിഷേകത്തിന് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്നൊരു പകർച്ചയ്ക്ക് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നിന്റെ മേളിൽ അത് വീഴും. ഉൽപ്പത്തിയിലെ ആവർത്തനങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വീണ്ടും സംഭവിക്കുക. അതാ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം. അന്ന് മുതൽ ഇന്ന് വരെയും അതേ പരിശുദ്ധാത്മാവ്
ഇത് ആരാധനകൾ പരിവർത്തിക്കുക. എന്തിനെന്നറിയുമോ? അസാധ്യതകൾ സാധ്യമാകാൻ. ഇത് സഭാരാധനയായതുകൊണ്ട് ഒരു രഹസ്യം കൂടെ പറയാം. ഞാൻ ഈ ദിവസങ്ങളിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. ഈ മാളിക റൂമിൽ കയറുന്ന 11 പേരാ, പിന്നെ ഒരുത്തനെ ഞറക്കിട്ടെടുക്കുക. 12 പേർക്ക് എന്തെങ്കിലും സ്വത്തോ വകയോ സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും കർത്താവ് എഴുതി കൊടുത്തായിരുന്നു? നമ്മൾ ചിലവർ പറയുന്നത് കോർഡിനേഷൻ ഇതെല്ലാം കൊടുത്തിട്ട് ഇനി പോയി ശുശ്രൂഷിച്ചു, അങ്ങനെയൊന്നും പറഞ്ഞില്ല. കർത്താവ് ഒറ്റ കാര്യം പറഞ്ഞോളൂ: ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നീ കാത്തിരിക്കണം. ഓ യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ഒരു കാത്തിരിപ്പിൻ്റെ ആരാധനയിലാണ് നീ കയറിയിരിക്കുന്നത്. ഓ ആരാധനയിൽ നിൽക്കുന്നതിനോട് ഞാൻ പറയുക, ഈ ആരാധന തീരുന്നതിന് മുമ്പ് ആരെയൊക്കെ മേളിൽ കാറ്റുകൾ അടിക്കും. ഹല്ലേലൂയ. കാറ്റുകൾ ചിലവരെ ഗതിയെ മാറ്റും. ഇതുവരെ മീൻമണമുള്ള പത്രോസ് നിഴല് തട്ടാൻ ആൾക്കാർ ക്യൂ നിൽക്കുക. പരിവർത്തനം, അല്ലെങ്കിൽ ഉൽപ്പത്തിയിൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ശിഷ്യന്മാരുടെ മേളിൽ മുഴുവനായി ഉളവായത് മാളിക റൂമിലാണ്. അതിനു മുമ്പേ ഇവർക്കാർക്കും യേശുവിനെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ ഒരു വ്യക്തതയുമില്ലായിരുന്നു. എന്താണെന്നറിയാമോ? ഫിലിപ്പിൻ്റെ കൈസരിയിലൂടെ നടക്കുമ്പോൾ യേശു ചോദിക്കുക, നിങ്ങളെ ഈ പുരുഷർ എന്നെക്കുറിച്ച് ആരെന്നാണ് പറയുന്നത്? അവിടെ ഇതിനകത്ത് നിൽക്കുന്ന കൂടെ നടക്കുന്ന ഈ 12 പറയുക, പലരും ഇരമ്യാവെന്നാണ് പറയുന്നത്, പലരും പ്രവാചകനെന്നാണ് പറയുന്നത്, പലരും യോഹന്നാ സ്നാപകനെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഇവർക്കൊരു ഉറപ്പുമില്ല. ഇപ്പോഴും കൺഫ്യൂഷനുകളാണ്. ഇവരിത്രയും പേര് കൂടിയാൽ അല്ലെങ്കിൽ ആരാ വലുതെന്നാണ് ചോദിക്കുന്നത്. ഈ യേശു ഉയർത്തെണീറ്റിട്ട് അപ്പോസ്തല പ്രവർത്തിക്കുക, കർത്താവിൻ്റെ രാജ്യം എപ്പോഴാണ് വരുന്നത്? ഇവർക്ക് ഒന്നിനും ഉറപ്പില്ല. ഇന്ന് ചിലതിന് ഉറപ്പ് തരേണ്ടതിന് പരിശുദ്ധാത്മാവിനകത്ത് ഇറങ്ങിയ വിശ്വാസത്തിൽ ഉറപ്പ് നിനക്ക് വെളിപ്പെടണമെങ്കിൽ, വിശ്വാസത്തിൽ ഉറപ്പ് നിനക്ക് വെളിപ്പെടണമെങ്കിൽ നിന്റെ മേളിൽ ഒരു ശക്തി വ്യാപരിക്കണം. നിന്റെ മേളിൽ ഒരു ശക്തി വ്യാപരിക്കണം. ഈ സഭ അത് ഈ വർഷം കാണാൻ പോവുക. ഒരു ശക്തിയുടെ പകർച്ച ഇതിനകത്ത് വീണ്ടും, ഒരു ശക്തിയുടെ പുതുക്കം ഇതിനകത്ത് വീണ്ടും. ഹോ ഹോ ഓ നിങ്ങൾ ചുമ്മാതെ ഇരിക്കാതെ പ്രാപിക്കാൻ തയ്യാറാകുക. ഈ പുതപ്പ് നിന്റെ മേളിൽ വീണാൽ, ഈ ആത്മപകർച്ച നിന്റെ മേളിൽ നടന്നാൽ, അടുത്തിരിക്കുന്ന ആൾക്കുറപ്പില്ലെങ്കിലും നിനക്കുറപ്പ് വന്നിരിക്കും. രോഗികളെ കണ്ടാൽ ആശുപത്രി പോകാനല്ല നീ പറയുന്നത്, നീ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി കൈവയ്ക്കും. ഉറപ്പിന് വേണ്ടി ഒരു അഭിഷേകത്തിൽ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഈ സഭയിൽ അത് പകരപ്പെടുകയാണ്. ഇപ്പോൾ മുതൽ. അപ്പൊ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും അസാധ്യമല്ലല്ലോ എന്നുള്ളതാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞത് യേശു തെളിയിച്ചിരിക്കും. യേശു പറഞ്ഞത് യേശു തെളിയിച്ചിരിക്കും. ആരെ കൊണ്ടാണ് തെളിയിച്ചെന്നറിയോ? തെള്ളിപ്പറഞ്ഞ പത്രോസിനെ കൊണ്ടാണ് തെളിയിക്കുന്നത്. യേശു വീണ്ടും പറഞ്ഞു, ഞാൻ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിനേക്കാൾ അധികം ചെയ്യും. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ പകർച്ച നടന്നെങ്കിൽ ഒരു 3-ാം അധ്യായം അതിനകത്തുണ്ട്. 3-ാം അധ്യായമുണ്ട്. ഇന്ന് ഒരാത്മപകർച്ച എൻ്റെ മേളിൽ വീഴണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുക, ഇവിടം കൊണ്ട് അധ്യായം ക്ലോസ് ആകത്തില്ല. ഇവിടം കൊണ്ട് ചിലത് കർത്താവ് ആരംഭിക്കാൻ തുടങ്ങും. ഇവിടം കൊണ്ട് നിന്നെക്കൊണ്ട് ചിലതിനെ ആരംഭിക്കും കർത്താവ്. അതിനുവേണ്ടി ഒരുക്കമുള്ള ഒരു ജനമിനകത്തുണ്ട്. അവരിന്ന് പ്രാപിക്കും. ഈ പെന്തിക്കോസ് നാളിലാണ് അവരുടെ മേളിൽ അഗ്നി ഇറങ്ങുന്നത്. പെന്തിക്കോസ് നാളെന്ന് പറയുന്നത് 50-ാമത്തെ നാളാണ്. യേശു മരിച്ചിട്ട് 50-ാമത്തെ. നിങ്ങളുടെ ദൈവസേന ഇതെല്ലാം വ്യക്തമായി ഇവിടെ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. 50 ദിവസം യേശു മരിച്ചിട്ട് 50-ാമത്തെ ദിവസം അത് ആ മാളിക റൂമിലൊരു പകർച്ച നടക്കുകയാണ്. പകർച്ച കഴിഞ്ഞിട്ട് അടുത്തത് അധ്യായം എഴുതുന്നത് അവർ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഒരിക്കൽ പത്രോസും യോഹന്നാനും. ഈ 3-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാ? ഒരിക്കൽ പത്രോസും യോഹന്നാനും. അപ്പം 2-ാം അധ്യായം കഴിഞ്ഞിട്ട് എൻ്റെ അഭിപ്രായത്തിൽ 1 മാസം കൂടെ ഞാൻ കൂട്ടിപ്പിടിക്കുക. കണക്കങ്ങനാന്ന് വെച്ചോ. ഇപ്പം 50, 30, 80 ദിവസമായിട്ടുണ്ട്. ഈ 80-ാമത്തെ ദിവസം പകർച്ച നടന്ന പത്രോസും യോഹന്നാനും പേടിക്കാതെ പോകുന്നത്. ഇപ്പം ഈ ആലയത്തിൻ്റെ സുന്ദരമെന്ന ആലയത്തിൻ്റെ പടികൾ കയറിക്കൊണ്ടിരിക്കുക. പടികൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ
അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ: ദിനം പ്രതി അമ്മയുടെ ഉദരത്തിൽ മുടന്തനായ ഒരു മനുഷ്യനെ ഭിക്ഷയ്ക്ക് അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്. ഒന്ന് 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 വായിക്കുമോ സൗരി ആ വാക്ക്? ആ ആ എപ്പോഴാ? ദിനം പ്രതി, വല്ലപ്പോഴുമല്ല, ദിനം പ്രതി എന്ന് പറഞ്ഞാൽ ഇവൻ ഓർമ്മയുള്ള അടുത്ത് അന്നോളം തുടങ്ങി ഈ ആലയത്തിലാണ് ഇവൻ്റെ ഇരിപ്പ്. ആലയത്തിലാണ് ഇവൻ്റെ ഇരിപ്പ്. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് 1-2 വേർഡുകൾ ഇപ്പോൾ തൊടും. എന്നാൽ അവിടെ മുമ്പോട്ട് പോയട്ടെ. ആ ആ അപ്പം ഈ മനുഷ്യന് എത്ര വയസ്സുണ്ടെന്നറിയാവോ? അത് ഒത്തിരി ആൾക്കാർക്ക് അറിയത്തില്ല, കാരണം ഈ ഭാഗത്തൊന്നും എഴുതിയിട്ടില്ല. ബൈബിൾ വായിക്കുന്നവർക്ക് ഇത് അറിയാൻ പറ്റത്തുള്ളൂ. 4-ാം അധ്യായം 22-ാമത്തെ വാക്യം. ആ ആ 40-ൽ അധികം. ഞാൻ എൻ്റെ ആശയത്തിൽ നിന്ന് തൊടാൻ പോവുക. യേശു 3.5 വർഷം മിനിസ്ട്രി ചെയ്തപ്പം എത്ര വയസ്സ് വരെ ഉള്ളവരെ സൗഖ്യമാക്കിയിട്ടുണ്ട്? അയ്യോ, ഏറ്റവും ദീർഘമായി കിടന്നത് 38 വയസ്സുമായി കുളക്കടവിൽ കിടക്കുന്നവനെ. പക്ഷേ എന്നിൽ വിശ്വസിക്കുന്നവന് അധികം ചെയ്യുമെന്ന് പറഞ്ഞവന് ദാ ഒരു തലമുറ വരുന്നുണ്ട്. ഓ ഹല്ലേലൂയ. എൻ്റെ ചോദ്യം, ഈ ദേവാലയത്തിൽ യേശു ശുശ്രൂഷിച്ചിട്ടുണ്ടോ? മാളിക മുറിക്ക് മുമ്പേ, മരണത്തിന് മുമ്പേ പല ആഴ്ചകളിൽ, പല ദിവസങ്ങളിൽ ദേവാലയത്തിൽ ശിഷ്യന്മാരും യേശുവും കയറിയിട്ടുണ്ട്. ഇതേ സ്ഥലത്ത് തന്നെ ഈ കുരുടൻ, ഈ മുടന്തനും ഇരിപ്പുണ്ട്. യേശു ഞാൻ കർത്താവിനോട് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ചോദിച്ചു, അങ്ങേക്ക് ഈ രോഗിയെ കണ്ടില്ലായിരുന്നോ? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അന്ന് ഞങ്ങൾക്കിതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ച ഒരു ശിഷ്യനുണ്ട്, അവനെ കൊണ്ടാണ് ഞാനിത് ചെയ്യിക്കാൻ പോകുന്നത്. ഓ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കർത്താവിന് നന്ദി പറയണം. ഞങ്ങൾക്കെന്താ ഇത് കഴിയാമെന്ന് ചോദിക്കുന്ന ഒരു ശിഷ്യനുണ്ട്, അവന് വേണ്ടിയാണ് ഞാനിത് പെൻഡിങ് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ കൈ നീട്ടേണ്ടവൻ യേശുവിൻ്റെ മുമ്പിലും കൈ നീട്ടിയിട്ടുണ്ട്. പക്ഷേ യേശുവിനൊന്നും തോന്നിയിട്ടില്ല. അന്ന് നടക്കുന്ന 12 പേർക്കും ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പം പടി കയറുമ്പോൾ പത്രോസിൻ്റെ മേളിൽ അറിയാത്ത ഒരു ഇളക്കം തട്ടിക്കൊണ്ടിരിക്കുക. പത്രോസ് ഓരോ പടിയും മുമ്പോട്ട് വെക്കുമ്പോൾ അതാ അകത്തു നിന്നൊരു തെള്ളൽ വ്യാപരിക്കുക. ഇത് ഇവൻ്റെ സൗഖ്യത്തിൻ്റെ ദിവസമാണ്. ഇത് നിന്നിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ഇതോ ഈ മുടന്തൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. വിശ്വസിക്കാമോ? വാസ്തവത്തിൽ എബ്രായ ഭാഷയിൽ അവിടെ സുന്ദരം എന്ന പദം കൊടുത്തിരിക്കുന്നത് ദിർദയോഷ് എന്ന വേർഡാണ് കൊടുത്തിരിക്കുന്നത്. ദിർദയോഷിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമയമെന്ന. ഈ 40 വർഷമായ മുടന്തൻ ദൈവത്തിൻ്റെ സമയത്തിലേക്ക് കയറുകയാണ്. ഈ ആരാധനയിൽ ആരൊക്കെയോ ദൈവത്തിൻ്റെ സമയത്തിലേക്ക് കയറുകയാണ്. വിശ്വസിക്കാമെങ്കിൽ 2019 നിന്റെ വിഷയത്തിൻ്റെ പരിഹാരവുമായിട്ടാണ് നീ കാണാൻ പോകുന്നതെന്ന് വിശ്വസിക്കുന്നവർ, സഭ കാണാൻ പോകുന്നതെന്ന് വിശ്വസിക്കുന്നവർ, വഴി തുറന്നത് കണ്ടുകൊണ്ട്, വിടുതൽ കണ്ടുകൊണ്ട്, ഈ ആരാധന ദൈവത്തിൻ്റെ സമയമാണ്. അന്ന് ആ കുഞ്ഞ് സൗഖ്യമായില്ലേലും പത്രോസ് ഗുരുവിനോട് ചോദിച്ചതുകൊണ്ട് അവന് വേണ്ടി ഒരു ചാൻസ് വെച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഉള്ളം തുറന്ന് തമ്പുരാനോട് എന്തെങ്കിലും ചോദിച്ചാൽ നിനക്ക് വേണ്ടി കർത്താവ് ചില ചാൻസുകൾ വെച്ചിട്ടുണ്ട്. ഞാൻ അഭിഷേകത്തിൻ്റെ ഇതെൻ്റെ വിഷയമല്ല, എങ്കിലും അഭിഷേകത്തിൽ ഒരാൾ നിറയപ്പെട്ടാൽ സംഭവിക്കുന്ന കാര്യം പറയാം. ഈ 40 വർഷമായി കിടക്കുന്നവന് ഏറ്റവും വലിയ ആഗ്രഹം എന്തോ ആയിരിക്കും എന്നറിയാമോ? ഞാൻ ഈ മനുഷ്യനോട് പ്രാർത്ഥനാ മുറിയിൽ ചോദിച്ചു, നിൻ്റെ ആഗ്രഹം എന്തുവാ? അതെ പാസ്റ്റേ, ഒത്തിരി പേര് സുന്ദരമായിട്ട് ഈ ആലയത്തിന് അകത്തോട്ട് കയറുന്നുണ്ട്. എനിക്ക് മാത്രം ഈ ആലയത്തിന് പുറത്താ സ്ഥാനം. എനിക്കകത്ത് കയറാൻ നിയമവും ഇല്ല, വാക്തത്വം ഇല്ലാത്ത അനുഭവത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഞാൻ ജന്മന മുടന്തന. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇവൻ്റെ മേളിൽ അഭിഷേകം വന്നതോടെ, പത്രോസുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചതോടെ സംഭവിച്ചതെന്താണെന്നറിയുമോ? ആദ്യം ഇവൻ തുള്ളാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ തുള്ളിയും ചാടിയും. ഈ ആരാധനയിൽ ഇരിക്കുന്നവരെ നിങ്ങൾക്ക് കൈയടിക്കണമെങ്കിലോ തുള്ളണമെങ്കിലോ ചുമ്മാതെ ചെയ്യാൻ പറ്റത്തില്ല. ദൈവം നിന്നെ തൊട്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓ, വിടുതൽ നടന്നവൻ അവൻ തുള്ളുകയായിപ്പം.
അവൻ തുള്ളുകയിപ്പം. കാരണം അവൻ്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നവൻ അവനെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞു. തുള്ളിയും ചാടിയവൻ ആലയത്തിനകത്തോട്ടാണ് കയറുന്നത്. ഞാൻ ഇതിനകത്ത് ദൂത് പറയുക, അഭിഷേകം നിന്റെ മേളിൽ അത് വെളിപ്പെട്ടാൽ ഇതുവരെ നീ കയറാൻ ആഗ്രഹിച്ചിട്ടും കയറാത്തത് നിന്നെ കൊണ്ട് അഭിഷേകം കയറ്റും. നിന്നെ കൊണ്ട് പരിശുദ്ധാത്മാവ് ആ വാതിലൂടെ അകത്തോട്ട് കയറ്റും. ഇതാ മുളന്തൻ ആലയത്തിനകത്തോട്ട് കയറുകയാ. അഭിഷേകം വന്നാൽ, അഭിഷേകം തൊട്ടാൽ 3 മണ്ഡലങ്ങളിൽ വ്യത്യാസം വരും. ഹല്ലേലൂയ. തുള്ളണമെങ്കിൽ അവൻ്റെ കാല്, പുറമേയുള്ള കാല് ഉറച്ചിട്ടുണ്ട്. 2, ഹല്ലേലൂയ, അവൻ ചാടി ഹല്ലേലൂയ ആരാധിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. ആരാധിക്കണമെങ്കിൽ ചുമ്മാ അത് ആരാധിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഈ ചിലവരെ കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ, എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് സഭയിൽ വന്ന് ചിലർ കുരിഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്തിനാണെന്നറിയോ? പ്രശ്നത്തിൽ തലനിർത്തി ആരാധിക്കാൻ പറ്റത്തില്ല. അവർക്കൊരു 10 മിനിറ്റ് രക്തത്താൽ കഴുകണം, രക്തത്താൽ ജയം പറഞ്ഞാലൊക്കെ എന്തെങ്കിലും ഒന്ന് നടക്കാൻ തുടങ്ങത്തുള്ളൂ. എന്നാൽ അല്ലെങ്കിൽ കാരണം എന്താണെന്നറിയോ? ഈ ഇരിക്കുമ്പോഴേ പിശാച് കൊണ്ടുവന്ന് പറയും, നീ വഴക്കുണ്ടാക്കിയിട്ടല്ലേ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇത് ദേഹിയിലാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ദേഹിയിൽ വിടുതൽ നടന്നവൻ തുള്ളിയും ചാടിയുമായിരിക്കും ആരാധിക്കുന്നത്. കാരണം അവന് വിടുതൽ അതിനകത്ത് സംഭവിച്ചു കഴിഞ്ഞു. ആത്മാവിൽ ഒരുക്കമുള്ളവനെ വാതുറന്ന് ആരാധിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവിടെ എഴുതിക്കുന്നത് അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ സ്തുതിച്ചെന്ന. ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ നിന്റെ ആത്മാവിൽ ഒരു വിടുതൽ നടന്നിരിക്കണം. അഭിഷേകം ഒരുത്തൻ്റെ മേളിൽ വന്നാൽ ഈ 3 കാര്യങ്ങൾ നിന്റെ മേളിൽ സംഭവിച്ചിരിക്കും. അഭിഷേകം നിന്റെ മേളിൽ വന്നാൽ ഈ 3 കാര്യങ്ങൾ നിന്റെ മേളിൽ സംഭവിച്ചിരിക്കും. ഒരു ശക്തിക്ക് നിന്നെ തളർത്താൻ പറ്റത്തില്ല. അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങുക, പകർച്ചയ്ക്ക് വേണ്ടി ഒരുങ്ങുക. അപ്പോൾ എൻ്റെ വിഷയത്തിൽ വന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഞാൻ കർത്താവിനോട് ഇത്രയ്ക്കായിട്ടും എനിക്ക് ഉറപ്പില്ല. എനിക്കൊന്നും അസാധ്യമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാനും പറയാനും പറ്റത്തില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചാൽ അത് പത്രോസല്ലേ ചെയ്ത്, എന്നെക്കൊണ്ട് പറ്റുമോ ഇത്? ഹല്ലേലൂയ. കർത്താവ് ഒരു ഭയങ്കര രഹസ്യം എന്നോട് പറഞ്ഞു. രഹസ്യം എന്താണെന്നറിയാമോ? അവൻ വിശ്വാസത്തിൻ്റെ നായകനാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമാണ് അവൻ. എൻ്റെ കൂടെ ഈ മിനിറ്റുകൾ നിൽക്കാമെങ്കിൽ നിൻ്റെ മുകളിൽ ഭയങ്കര പകർച്ച നടക്കാൻ പോവുകയാണ്. അവൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. നീ ഒന്ന് വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിൻ്റെ മുകളിൽ ഒരു നായകൻ എഴുന്നേറ്റ് വരും. ശക്തിയോടെ ഞാൻ ആശയത്തെ തുറക്കാൻ പോവുക. ഈ മിനിറ്റുകൾ നിങ്ങൾ ഇങ്ങനെ ഇരിക്കരുത്. ആശയം ഇതെല്ലാവർക്കും വെളിപ്പാടുകൾ പകരത്തില്ല കർത്താവ്. ദൈവവചനത്തിൽ അതേപോലെ രാവും പകലും ഇരിക്കുന്നവന് വേണ്ടി കർത്താവ് ചിലത് പകരും. ഹല്ലേലൂയ. ആശയത്തിലേക്ക് ഞാൻ വരിക. തമ്പുരാൻ എന്നോട് പറഞ്ഞു, ഞാൻ എവിടെങ്കിലും അല്പം ഹല്ലേലൂയ വിശ്വാസം നടക്കാതെയോ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാത്ത സ്ഥലങ്ങളിൽ നീ ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. അവിടെ എല്ലാം നോക്കിയാൽ ഒന്നറിയാം, അവരുടെ അവിശ്വാസം ഹേതുമായി അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ അല്പവിശ്വാസം കാരണം അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ ഹല്ലേലൂയ ആ വിശ്വാസ ഇല്ലായ്മയാണ് ദൈവപ്രവൃത്തികളെ മുഴുവൻ കെടുത്തിയത്. അപ്പം ദൈവം ആരാന്നറിയാമോ? വിശ്വാസത്തിൽ പൂർണ്ണനാണ്. ദൈവത്തിന് ഒരാൾ സൗഖ്യമാകുമെന്ന് പറഞ്ഞാൽ പിന്നെ ദൈവത്തിന് അതിനകത്ത് നടക്കൂല്ലോ എന്ന് ഉറപ്പൊന്നുമില്ല, അല്ല ഡൗട്ടില്ല. അവൻ പൂർണ്ണ ഉറപ്പുള്ളവനാണ്. ഹല്ലേലൂയ. ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് മാറിയിരുന്ന് നോക്കിയാൽ ഉണ്ടാകുമില്ലയോ? അങ്ങനല്ല. ആ വാക്ക് പുറപ്പെടുമ്പോഴേ അതിനെ ഉളവാക്കിക്കൊണ്ടാണ് പുറപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പഠിപ്പിച്ചത്, നിങ്ങളുടെ ഹൃദയത്തിൽ അല്പം പോലും ഡൗട്ടില്ലാതെ എന്ന് പറഞ്ഞാൽ ഒട്ടും സംശയമില്ലാതെ നിങ്ങൾ പൂർണ്ണമായി പറഞ്ഞാൽ, നിങ്ങൾ ഉറപ്പോടെ പറഞ്ഞാൽ. എന്താ ഉറപ്പോടെ പറയണമെന്ന് വീണ്ടും യേശു പറഞ്ഞത്? ഹല്ലേലൂയ. ആരെങ്കിലും വിശ്വാസത്തിൽ ഉറപ്പോടെ പറഞ്ഞാൽ, വേട് പിടിക്കണം എൻ്റെ കൂടെ. ആരെങ്കിലും വിശ്വാസത്തിൽ ഉറപ്പോടെ പറഞ്ഞാൽ പിന്നെ അവൻ്റെ നാവ് ദൈവത്തിൻ്റെ നാവായി തീരുകയാണ്. ആരെങ്കിലും വിശ്വാസത്തോടെ ഉറപ്പോടെ പറഞ്ഞാൽ അവൻ്റെ നാവ് ദൈവത്തിൻ്റെ നാവായി തീരുകയാണ്. ദൈവം വിശ്വാസത്തിൽ പൂർണ്ണനാണ്.
നീ വിശ്വാസത്തോടെ പറഞ്ഞാൽ നിന്റെ നാവ് ദൈവം പിടിക്കുകയും അസാധ്യതകളെ സാധ്യമാക്കുന്നവൻ നിന്റെ നാവിൻ്റെ കൂടെ നിൽക്കും. കരമടിക്കാമെങ്കിൽ ശക്തിയോടെ ഈ ആരാധനയിൽ അസാധ്യതകൾ മാറാൻ പോകുകയാണ്. കരമടിക്കാൻ പറ്റുന്നവർ അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് എങ്കിലും എൻ്റെ വിഷയം വന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. തെള്ളിപ്പറഞ്ഞ അവിശ്വാസം കണ്ട അല്ലെങ്കിൽ ഒന്നും നടക്കാത്ത പത്രോസ് മാളിക റൂമിൽ നിന്ന് ഒരു ഉറപ്പോടെ ഇറങ്ങി. ആ ഉറപ്പ് വേറെ ഒന്നുമല്ല, എൻ്റെ മേളിൽ അത്യുന്നതൻ്റെ ശക്തി വീണിട്ടുണ്ട്, എൻ്റെ മേളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ട്. ആ സെക്കൻഡ് മുതൽ അവൻ്റെ വാക്കിന് ഭയങ്കര ഉറപ്പാണ് വ്യാപരിക്കുന്നത്. അവൻ വിളിച്ചു പറഞ്ഞു, ആകാശത്തിന് കീഴേ ഭൂമിക്ക് മീതെ ഒരേ ഒരു നാമമേ ഉള്ളൂ. അതാ ഈ ഭൂലോകത്തിൽ ഇത്രയും ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കപ്പെടുന്നത്. ഈ മനുഷ്യൻ ഇതുവരെ തെള്ളിപ്പറഞ്ഞവൻ അഭിഷേകത്താൽ നിറഞ്ഞോടെ പറഞ്ഞു, വേറെ ഒരു നാമവും ഇല്ലടാ, നിനക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഒരേ ഒരു നാമമേ ഉള്ളൂ, ഒരേ ഒരു നാമമേ ഉള്ളൂ. നെഞ്ചും നെറ്റിയും നിരിച്ചു പിടിച്ചുകൊണ്ട് പത്രോസ് വിളിച്ചു പറയുക, ഒരേ ഒരു നാമം. എവിടുന്ന ഈ മനുഷ്യൻ ഇത്ര ഉറപ്പ് വന്നത്? ദൈവത്തിൻ്റെ ആത്മാവിൽ അവൻ നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിൽ, അതെ, ദൈവമായി അവൻ നിറഞ്ഞു നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ത്രിത്വത്തിൽ മൂന്നാമനാണ്. എത്ര പേർ നന്ദി പറയാൻ പറ്റും? ഈ അനുഭവമായി അതാ ആലയത്തിലേക്ക് രണ്ടാൾക്കാർ നടക്കുകയാണ്. സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ പുറത്തെന്ന് പറഞ്ഞാൽ പടികളുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആത്മാവിൽ നിറഞ്ഞവൻ പടികൾ ചവിട്ടുമ്പോൾ ഇന്നലെ നടന്നതുപോലെ അവൻ നടക്കുന്നത്. ഓരോ പടി കയറുമ്പോഴും ഇത് അനുഭവിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? അകത്തൊരു തെള്ളൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്തെ ശരീരത്തിൽ നിന്നൊരു തെള്ളൽ പുറത്തെ ശരീരത്തിൽ. അങ്ങനെ അനുഭവിക്കുമ്പോൾ അറിയാം, രോമം മുഴുവൻ എഴുന്നേറ്റ് നിൽക്കും, ശരീരം മുഴുവൻ വിറയ്ക്കുന്നത് പോലെ തോന്നും. ഇന്ന് ചിലവരമ്പളിൽ ഇതേപോലെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആരോ ഈ ആരാധനയുടെ മിനിറ്റുകളിൽ നിൽക്കുകയാണ്. ഇതാ അവൻ ആലയത്തിൻ്റെ മുകളിലെത്തുമ്പോൾ കവാടത്തിൽ ജന്മനാ കുരുടനായൊരു മനുഷ്യൻ ഇരിക്കുക. അഭിഷേകമുള്ളവൻ്റെ കണ്ണ് വിടുതലിന് വേണ്ടി ദാഹിക്കുന്നവൻ്റെ കണ്ണുമായി ഉടക്കും. ഇന്ന് ഈ കണ്ണുമായിട്ട് ആരൊക്കെ ഉടക്കുന്ന? അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ. ഓ ഹല്ലേലൂയ! നിങ്ങൾക്കറിയാമോ, നാളുകളായി പ്രാർത്ഥിക്കുന്ന സക്കറിയാവ് ആലയത്തിൽ നിൽക്കുമ്പോൾ ദൂതനെ കണ്ടു. ഇന്ന് നീ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഉയരത്തിൽ നിറങ്ങി നിൽക്കുന്ന ചിലതിനെ കാണും, ഉയരത്തിൽ നിറങ്ങി നിൽക്കുന്ന ചിലതിനെ കാണും. അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പത്രോസിനെ ഇതാ മുടന്തൻ കാണുകയാണ്. മുടന്തൻ കണ്ടതോടെ ഹല്ലേലൂയ അവൻ കൈ നീട്ടിയ. പക്ഷേ ഈ ഇതിൽ കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുക. ഒത്തിരി ദിവസന്മാരെ നിങ്ങൾ കാണാറുണ്ട്. പത്രോസ് പറഞ്ഞത് എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്നല്ല പറഞ്ഞേ. ആ പദം ഒന്ന് എടുക്കാമോ? പദം ഒന്ന് എടുക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 3 വെള്ളിയും പൊന്നും എനിക്കില്ല, ഇതിനകത്ത് നിങ്ങളുടെ മേലിൽ ചിലത് പകരപ്പെടുക തന്നെ ചെയ്യും. ദൈവം എന്നെ ഈ ആരാധനയ്ക്ക് ഇതിനകത്ത് ഇത്രയും എന്തെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ പത്രോസ് പറഞ്ഞ അതേ വേട് ഞാൻ പറയാം, വെള്ളിയും പൊന്നും എനിക്കില്ല, പക്ഷെ എൻ്റെ കയ്യിൽ ഒന്നുണ്ട്, എൻ്റെ കയ്യിൽ ഒന്നുണ്ട്. അതുമായ ഞാൻ ഈ ആലയത്തിലോട്ട് കയറി വന്നത്. ഇന്ന് നിനക്ക് വേണ്ടിയുള്ള പരിഹാരമായ അഭിഷേകം ഈ ആലയത്തിൽ ഒഴുകി ഇറങ്ങും, ഈ ആലയത്തിൽ ഒഴുകി ഇറങ്ങും. ഓ, അപ്പം അപ്പോസ്തലന്മാർ പല സമയങ്ങളിൽ ഇവിടെ പോയിട്ടുണ്ട്. പല ആരാധനകൾ നിങ്ങൾ ഇതിനകത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആരാധന ശരിയല്ലെന്നൊന്നുമല്ല, ഇത് നിൻ്റെ സമയത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ആരാധനയ്ക്ക് ഞാൻ വരണമെങ്കിൽ നിന്നെ ദൈവം മുമ്പേ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞാട്ടെ, ആ മുടന്തനെ അതെ പത്രോസ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. വെള്ളിയും പൊന്നും എനിക്കില്ല, എന്നാൽ എൻ്റെ കയ്യിലൊന്നുണ്ട്. എന്താണെന്നറിയാമോ? യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക. ഒറ്റ പദത്തിൽ ഇതാ മുടന്തൻ എഴുന്നേൽക്കുകയാണ്. എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞു, അറിയാമോ, അന്ന് നിന്ദിക്കപ്പെട്ടെങ്കിലും അന്ന് ഹല്ലേലൂയ ഗുരുവിൻ്റെ കൂടെ നിന്നതുകൊണ്ട് ആ നിന്ദ ഇന്നെൻ്റെ അനുഗ്രഹമായി. അന്ന് അസാധ്യമെന്ന് തോന്നിയത് ഇന്നിതാ അതരത്തിൽ സാധ്യമാകുകയാണ്.
സഭയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന നിന്നെ നോക്കി ഈ പകൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന ഇന്നത്തെ അസാധ്യത ഹല്ലേലൂയ അതാ സാധ്യമാകുന്ന മിനിറ്റുകളിലേക്ക് വരികയാണ്. നിന്റെ അസാധ്യതകൾ ഇതാ സാധ്യമായി തീരുകയാണ്. ഒന്നും നിനക്ക് അസാധ്യമല്ല. ഇതാ വാക്ക് നിന്റെ മേളിലേക്ക് പുറപ്പെടുകയാണ്.